ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ്. എന്തായിരിക്കും റിയൽ എസ്റ്റേറ്റിന്റെ ഭാവി? നമ്മളെല്ലാവരും ചിലപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും, നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇനി വീട് മേടിക്കണോ, സ്ഥലം മേടിക്കണോ, ഇതൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ആക്ച്വലി ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഡിമോണിറ്റൈസേഷൻ, GSTയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ ഫ്ലഡ്, കൊറോണ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം മാർക്കറ്റ് ആകെ കലുഷിതമായിട്ടുണ്ട്. ആളുകൾ മാർക്കറ്റിലേക്ക് പണം കൊണ്ടുവരാനായിട്ട് ഒരുപാട് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കൺഫ്യൂഷൻസിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കുറെ കാലങ്ങളായിട്ട് പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ചെറിയ ഒരു മാന്ദ്യത അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതൊരു ലേമാൻ വെറുതെ ആലോചിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലുപരിയായിട്ട് മറ്റൊരു പ്രശ്നം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അലട്ടുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഭൂമി നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നു, ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എന്നാൽ ആവശ്യക്കാര് ഇല്ലാത്ത സാഹചര്യം. ഈ സാഹചര്യത്തെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇനി റിയൽ എസ്റ്റേറ്റ് വിപണി കുറച്ചുകൂടി നന്നായി പോകാൻ സാധ്യതയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇഷ്ടം പോലെ ഭൂമി ലഭിക്കാനുണ്ട്. നമ്മൾ റോഡ് സൈഡിലൊക്കെ നിറയെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. സ്ഥലം കൊടുക്കാനുണ്ട്, വീട് കൊടുക്കാനുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഉൾമേഖലയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീടുകളാണ് ഒരാൾ പോലും താമസിക്കാനില്ലാതെ കിടക്കുന്നത്. 2011 കൃത്യമായിട്ടുള്ള സെൻസസ് നടന്നത്. അതിൽ തന്നെ ലക്ഷങ്ങളോളം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൂടാതെയാണ് ഈ പുതിയ പ്രൊജക്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പുതിയ പ്രൊജക്ടുകൾ വാങ്ങാൻ ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഇഷ്ടം പോലെ വീടുകൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇഷ്ടം പോലെ സപ്ലൈ കൂടുന്നതിന്റെ ഒപ്പം തന്നെ അടുത്തൊരു പോയിന്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിക്രീസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ള ഡിക്രീസ് കാര്യമായിട്ട്. പണ്ട് കാലത്ത് നമുക്കറിയാവുന്ന പോലെ ഒരു വീട്ടിൽ 8ഉം 10ഉം ഒക്കെ കുട്ടികൾ ഉണ്ടായിരുന്നത് അത് കുറഞ്ഞ് 3ഉം 4ഉം ഒക്കെ ആയി. പിന്നീട് അത് കുറഞ്ഞ് 1ഉം 2ഉം ആയി എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടി മാത്രമുള്ള ഒരു വീട്ടില് പിന്നെ ഒരു വീട് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ വീടിന്റെ ആവശ്യകത, റെലവൻസ് എന്ന് പറയുന്നത് അവിടെ തന്നെ കുറഞ്ഞു. ഇനിയിപ്പോ ആ ഒരു കുട്ടി തന്നെ മിക്കവാറും പോകുന്നത് ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ കാനഡയിലേക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുടി അച്ഛനും അമ്മയും വൃദ്ധരായിട്ടുള്ള 2 പേര് മാത്രമാണ് അവിടെ താമസിക്കാനുണ്ടാവുക. ഒരു പക്ഷേ അവരെയും അവർ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീടിന്റെ റെലവൻസ് എന്ന് പറയുന്നത് കുറയുന്നു. മാത്രമല്ല പുതിയ ഫൈനാൻഷ്യൽ തിയറീസ് ഒക്കെ പറയുന്നത് നമ്മൾ വീട് ഓൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്താലും മതി. അപ്പൊ പുതിയതായിട്ട് വീട് മേടിക്കുക എന്ന് പറയുന്നത് പുതിയ ജനറേഷന്റെ കയ്യിൽ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം ഇനി അവർ കാനഡയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വീട് മേടിച്ചാൽ പോലെ, അല്ലെങ്കിൽ UK പോകുമ്പോൾ അവിടെ വീട് മേടിക്കാമല്ലോ. അവിടെ വീട് മേടിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ആളുകൾ ആലോചിക്കുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു സ്ഥലത്തോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാർ ഏകദേശം 30s-ലോ 40s-ലോ ഒക്കെ ഉള്ള ആളുകൾ ആണെങ്കിൽ പോലും അത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ് വീടിനോട് വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം ഒരു പക്ഷേ നമ്മള് പല ആൾക്കാരും എനിക്ക് ഇവിടെ കിടന്നതിന് മരിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ പുറത്ത് UK-യിലോ കാനഡയിലോ ഒക്കെ സെറ്റിൽ ആവുമ്പോൾ അവര് ചിലപ്പോ ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മളെയും കൂടി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മളിവിടെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മളെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവരാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പോവുകയോ ചെയ്യും. അപ്പോ നമ്മൾ കിടന്ന് മരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തോ ഒക്കെ ആയിരിക്കും. അല്ലാതെ നമ്മള് ജനിച്ചു വളർന്ന വീട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും പലപ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിനുള്ള സാധ്യതകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ. അപ്പോൾ അതും ഒരു ഘടകമാണ്. ഇനിയിപ്പോ വീടിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ വാടക വീട്ടിലായാലും മതി, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ധാരണയിലേക്കൊക്കെ ഈ ജനറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ മൈഗ്രേഷന്റെ അളവ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇന്ന് വളർന്നു വരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് നിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ 90% കുട്ടികളും ആൻസർ ചെയ്യുന്നത്, സാധാരണ സ്കൂളിലൊക്കെ ചെന്ന് ചോദിച്ചു നോക്കൂ, 90% കുട്ടികളും ആൻസർ ചെയ്യുന്നത് അവർക്ക് US-ൽ പോകണമെന്നോ UK-ൽ പോകണമെന്നോ കാനഡയിൽ പോകണമെന്നൊക്കെയാണ്. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയം അത് വിട്ടോളൂ, കേരളം എന്ന് പറയുന്ന ആശയം പോലും കൃത്യമായി നമുക്ക് അവരുടെ തലയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം.
ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അടുത്ത പോയിന്റിലേക്ക് വരിക. ഇവിടെ നിൽക്കുന്ന ആളുകൾ എവിടെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, പാലക്കാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ. കേരളം സാധാരണഗതിയിൽ ഹോമോജീനിയസ് ആണെന്ന് പറയാം. അതായത് ഏകദേശം ഒരുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഒരു ഇലോങ്ങേറ്റഡ് ടൗൺ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല. അവിടെ കിലോമീറ്ററോളം പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഷോപ്പ് കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ കിലോമീറ്ററും അല്ലെങ്കിൽ അര കിലോമീറ്ററിനും ഒക്കെ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പാലക്കാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ജോലി തേടി കുറച്ചുകൂടി ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അന്വേഷിച്ച് വരാൻ പോകുന്ന മിക്കവാറും എവിടേക്കായിരിക്കും? എറണാകുളത്തേക്കായിരിക്കും. അങ്ങനെ എറണാകുളത്ത് അയാൾ വരികയും അയാൾ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുകയും ജോലി വരെ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ജോലി കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും എറണാകുളത്ത് തന്നെയുള്ള വേറൊരു കമ്പനിയിലേക്ക് അവൻ ഹോപ്പ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇനി അവിടെയും ഇഷ്ടമല്ലെങ്കിലോ അവൻ പോകുന്നു ഒന്നുകിൽ ഗൾഫിലേക്കോ അല്ലെങ്കിൽ UK-യിലേക്കോ ഒക്കെ ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാലക്കാടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾ, ഇവൻ തൃശ്ശൂരോ ഒക്കെ താമസിക്കുന്ന ആളുകൾ പോലും എറണാകുളത്തേക്ക് ജോലി അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എറണാകുളം ഒരു മാർക്കറ്റായി ഡെവലപ്പ് ചെയ്തു. ഇത് പല ഇക്കണോമീസിലും സംഭവിച്ചിട്ടുള്ളതാണ്. കേരളം ഈ ഇലോങ്ങേറ്റഡ് ടൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് മാറി ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലേക്ക്, ഹബ്ബ് മോഡലുകളിലേക്ക് വന്നിരിക്കുന്നു. കൊച്ചി ഒരു ഹബ്ബാവുന്നു, തിരുവനന്തപുരം ഹബ്ബാവുന്നു, കോഴിക്കോട് ഹബ്ബാവുന്നു. കൊച്ചി കുറച്ചുകൂടി വലിയ ഹബ്ബാ, മെട്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം, ഇപ്പൊ ബോംബെ മെട്രോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെന്നൈ മെട്രോ എന്ന് പറയുമ്പോൾ, മെട്രോ സിറ്റി എന്ന് പറയുമ്പോൾ, ഈ മെട്രോ സിറ്റിക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ വികസനം കാര്യമായിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഈ മെട്രോ സിറ്റിക്ക് ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങളെയും ആ മാഗ്നറ്റ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറയുന്ന പോലെ ഈ മെട്രോ സിറ്റികൾ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾക്ക് റെലവൻസ് ഇല്ലാതാകുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി അവിടെയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ള പല സ്ഥലങ്ങളും വിറ്റഴിയാതെ കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കൊച്ചി പോലുള്ള വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്ന നഗരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നഗരങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ആളുകൾ വന്നു ചേരുകയും അവിടുത്തെ വില കൂടുകയും ചെയ്യും. അതിൽ സംശയമില്ല. ഇനിയിപ്പം കൊച്ചിയിലേക്ക് ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. അപ്പം കൊച്ചിയിൽ ഇപ്പോഴും ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. അത് വേറൊരു വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് വേറൊരു നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് പറയാം. എങ്കിൽ പോലും കൊച്ചിയിൽ ഒരു സ്ഥലം മേടിക്കുക എന്ന് പറയുന്നത് ഇന്ന് തീർച്ചയായിട്ടും സാധ്യമല്ലാത്ത രീതിയിലേക്ക് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയർ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് വളരുന്നുണ്ട്, തിരുവനന്തപുരത്ത് റിയൽ എസ്റ്റേറ്റ് വളരുന്നുണ്ട്. അതേസമയം കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ബൂം താഴേക്ക് പോയിരിക്കുന്നു. കാരണം അവിടെ സ്ഥലങ്ങൾക്ക് ആവശ്യക്കാരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലെയും കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും സ്ഥലങ്ങളിൽ ആവശ്യക്കാരില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നു. പണ്ട് കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാര് വീടിനടുത്ത് തന്നെ 2 കടമുറി പണിതിട്ട് കഴിഞ്ഞാൽ അത് വാടകയ്ക്ക് കൊടുത്തങ്ങ് ജീവിക്കാം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഇഷ്ടം പോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിങ്ങൾ പണിതാൽ ലൊക്കേഷനൊക്കെ കൃത്യമായി നോക്കി പണിതില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ബിസിനസ്സുകൾ അത്രയധികമായിരിക്കുന്നു, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്നു. വിജയിക്കുന്ന ബിസിനസ്സുകൾ താരതമ്യേന തുലം കുറവായിരിക്കുന്നു. ആരെങ്കിലും എടുത്താൽ തന്നെ അധികകാലം അത് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെറുതെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പണിതിടരുത്, ലൊക്കേഷൻ നോക്കിയിട്ട് തന്നെ വേണം പണിതിടാൻ. പിന്നെ അടുത്തൊരു പ്രശ്നം, ഈ ഗവൺമെന്റ് റെഗുലേഷൻസും മറ്റുള്ള കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ സ്റ്റാമ്പ് പേപ്പറിന്റെ ഒക്കെ ഡ്യൂട്ടി വളരെയധികം കൂടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥലക്കച്ചവടം, ഈ കച്ചവടം ഒരു പ്രൊഫഷനായി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ബിസിനസ്സായി എടുക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഫെയർ വാല്യൂവിന്റെ കാര്യം, പണ്ട് കാലത്ത് ഫെയർ വാല്യൂ വളരെ കുറവായിരുന്നു, ന്യായവില അത് മാത്രം കാണിച്ചാൽ മതിയല്ലോ, കുറച്ചാൽ കാണിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫെയർ വാല്യൂ പല സ്ഥലങ്ങളിലും ഓൾറെഡി ഉള്ള മാർക്കറ്റ് വാല്യൂവിനേക്കാൾ ഫെയർ വാല്യൂ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ കച്ചവടം എന്ന് പറയുന്ന ആ പ്രോസസ്സ് കുറച്ചുകൂടി സ്റ്റിഫ് ആയിരിക്കുന്നു. ഇത് കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാക്കിയാൽ മാത്രമേ റിയൽ എസ്റ്റേറ്റിന് ഇവിടെ സാധ്യതകൾ ഇനിയുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം ഇന്നിപ്പോ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നല്ല ഒരു പെർസെന്റേജ് ഡ്യൂട്ടി ആയിട്ട് അടക്കേണ്ടി വരികയാണ്, അതിന് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരികയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോ പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിലും ലാൻഡ് ടാക്സ് ആണെങ്കിലും ഓരോ ദിവസവും കൂടി വരിക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി വരിക. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഒക്കെ നമ്മൾ ഓൺ ചെയ്താൽ ഇതിന്റെ മെയിന്റനൻസ് ചാർജ് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല, ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ് എല്ലാം 2 ഇരട്ടി 3 ഇരട്ടി ആയി കഴിഞ്ഞു. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ചിന്ത, പേടി
ആളുകളെ അലോസരപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു സംഭവം കോമ്പറ്റീഷൻ ഫ്രം അതർ സ്റ്റേറ്റ്സ് ആൻഡ് അതർ കൺട്രീസ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരുപാട് റീലുകൾ കാണുന്നുണ്ടാവും, ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒരുപാട് ബ്രോക്കർമാർ ഇറങ്ങിയിരിക്കുക ഇപ്പൊ റീൽസ് ഒക്കെ ആയിട്ട്. അവര് ഭൂമികൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് കാണിക്കുന്നു, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് കാണിക്കുന്നു, ചെറിയ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നു. അവർ കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു കേരളത്തിലെ അവസ്ഥയും ദുബായിലെ അവസ്ഥയും. എന്ന് പറഞ്ഞാൽ കേരളത്തിന് ശക്തമായ കോമ്പറ്റീഷൻ ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് വലിയ കോമ്പറ്റീഷൻ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കാതെ വയ്യ. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI റെമിറ്റൻസ് തന്നെയാണ്. NRI റെമിറ്റൻസ് കുത്തനെ നമുക്ക് ഇടിഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി വളരെ ചെറിയ റെമിറ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല, കാനഡയിലും UK ഒന്നും പോയിട്ടുള്ള ആളുകൾ ഇവിടേക്ക് പണം അയക്കുന്നില്ല. അവരവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം, അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ്. ഒരാളും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്ലാൻ ഇല്ല, പറ്റുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വരുമാന സ്രോതസ് ഇല്ലാതായിരിക്കുന്നു. പിന്നെ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഈ ടാക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുമ്പ് കാലത്ത് ബ്ലാക്ക് മണി ശരിക്കും റൊട്ടേറ്റ് ചെയ്തിരുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി. കാരണം എന്താ വെച്ചാൽ, നമുക്ക് കണക്കിൽപ്പെടാത്ത പണമൊക്കെ നമുക്ക് അതിനകത്തൂടെ ഒരു പതിയെ നമുക്ക് വെളുപ്പിച്ചെടുക്കാം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കാരണം ഫെയർ വാല്യൂ വളരെ കുറച്ച് കാണിച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ കിട്ടുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല യൂസുകൾക്കും ഈ പറഞ്ഞ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. പക്ഷേ ഫെയർ വാല്യൂ കൂടിയതോടുകൂടി, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയതോടുകൂടി അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു? അവിടെ ഒരു സ്റ്റിഫ്നെസ് വന്നു, വലിയ റെഗുലേഷൻസ് വന്നു. അതോടുകൂടി ഈ പറയുന്ന ബ്ലാക്ക് മണി വെളുപ്പിക്കാനുള്ള സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, എങ്കിൽ പോലും അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഓപ്ഷനും ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതുപോലെ തന്നെ ഏജിംഗ് പോപ്പുലേഷൻ കൂടി വരികയാണ്. എല്ലാം വൃദ്ധരായിട്ടുള്ള ആളുകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരുടെ സംരക്ഷണവും വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ സംരക്ഷണം പ്രശ്നമായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കൺസേൺ ആയിരിക്കും. മക്കൾക്ക് തന്നെ കൺസേൺ ആയതുകൊണ്ട് പലപ്പോഴും അവരെ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം, ഹാപ്പി ഹോം എന്നൊക്കെ വിളിക്കുന്ന കോൺസെപ്റ്റിലേക്കോ കമ്മ്യൂണിറ്റി ലിവിംഗിലേക്കോ ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? നഗരങ്ങളിലേക്ക്, ഫ്ളാറ്റുകളിലേക്ക് അവർ ചേക്കേറുന്നുണ്ട്. കാരണം അത് കുറച്ചുകൂടി സുരക്ഷിതമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു മൈഗ്രേഷൻ ഇവിടെ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് നടക്കുന്ന പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മൈഗ്രേഷനും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചി പോലുള്ള ശക്തമായ ഒരു മെട്രോ നഗരം, അപ്പുറത്ത് തിരുവനന്തപുരം, കോഴിക്കോട്, അതല്ലാതെ തൃശ്ശൂർ പോലെ, കൊല്ലം പോലെയുള്ള മേജർ ആയിട്ടുള്ള ടൗൺ ഏരിയസ്, ഇത്തരം സ്ഥലങ്ങളിൽ, അതായത് എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും സ്ഥലത്തിന് വില ഒരല്പം കൂടുന്നു. പണ്ടത്തെ പോലെ അതിശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പതിയ രീതി കൂടുന്നുണ്ട്. അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, അധികം റെലവന്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ, ആക്സസിബിലിറ്റി ഒരല്പം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സ്ഥലത്തിന് വില കുറയുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു 5-6 വർഷത്തേക്ക് ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 6 വർഷങ്ങൾക്ക് അപ്പുറം ഉണ്ടാവാൻ പോകുന്ന സാഹചര്യം നമുക്ക് കംപ്ലീറ്റ്ലി പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും കേരളം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, പുതിയ ജനറേഷനിലുള്ള ആളുകൾ വളരെ കുറയുകയും വൃദ്ധന്മാരുടെ ഒരു സ്ഥലമായിട്ട് ഇത് മാറുകയും ഒക്കെ ചെയ്യും. കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വന്നില്ലെങ്കിൽ കേരളം 10 വർഷത്തിനപ്പുറം കേരളം എന്തായി മാറുമെന്നുള്ള കാര്യം ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക്, ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഇതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കുകയും കേരളത്തിന്റെ അടുത്ത ഒരു 20 വർഷത്തിലേക്കെങ്കിലും ഉള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നതൊക്കെ ഗവൺമെന്റ് അതോറിറ്റീസ് ചെയ്യേണ്ടതാണ്. ഇതിനുവേണ്ടി ഇഷ്ടംപോലെ കോർപ്പറേഷനുകളും ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവരിത് പ്ലാൻ ചെയ്യാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഇവരിത് പ്ലാൻ ചെയ്യാത്തതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തെ ഫൈനാൻഷ്യലി, ഇക്കണോമിക്കലി നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ, കേരള മോഡൽ എന്നൊക്കെ പറയുന്ന സാധനം ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട പ്രീമിയം ആയിട്ടുള്ള, ആക്സസിബിലിറ്റി ഉള്ള, വളരുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അപ്പുറത്തുണ്ട്. അതും ഇതിന്റെ ഒരു തളർച്ചയ്ക്ക് കാരണമാണ്. കാരണം ഇന്ത്യൻ ഇക്കോണമി വളരുന്നു, ഇന്ത്യയിലെ ഒരുപാട് കമ്പനികളുടെ സ്റ്റോക്ക് ഒരുപാട് ഉയർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് നല്ല ഉന്നതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സെൻസെക്സ് നമുക്ക് നല്ല റിട്ടേൺസ് തരുന്നു. അപ്പൊ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ എന്തിനാണ്
റിസ്ക് എടുത്തുകൊണ്ട് വളരുമെന്ന് കുറച്ച് കൺഫ്യൂഷൻ നിലനിൽക്കുന്ന റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആലോചിച്ച് മാത്രം ചെയ്യുക റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ. പക്ഷേ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, വളരുന്ന പ്രദേശങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ റിയൽ എസ്റ്റേറ്റിനെ പോലെ അതിമനോഹരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.